അദ്ധ്യായം 12 സൂറത്തു യൂസുഫ്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 111. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള ഒരു ചരിത്ര സംക്ഷേപമാണ് ഈ സൂറത്തിലെ ഇതിവൃത്തം. ഒരു ചെറിയ മുഖവുര ഒഴിവാക്കിയാൽ ആദ്യം തൊട്ട് 100 വരെയുള്ള വചനങ്ങളിലായി അത് നീണ്ടുകിടക്കുന്നു. പല നബിമാരുടെയും ജനതകളുടെയും കഥകളും ചരിത്ര സംഭവങ്ങളും ഖുർആനിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിവരണ രീതിയാണ് ഈ സൂറത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. നബിമാരുടെ കഥകളിലധികവും അവരും അവരെ നിഷേധിക്കുന്ന ജനങ്ങളും തമ്മിൽ നടന്ന സംഭവങ്ങളായിരിക്കും. ഒരേ സംഭവം ഒന്നിലധികം സൂറത്തുകളിൽ ആവർത്തിക്കപ്പെടലും ഓരോ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കപ്പെടാത്ത വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കലും പതിവാണ്. ഒരിക്കൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ട ഒരു സംഭവം മറ്റൊരിക്കൽ വിസ്തരിച്ചു പറയപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഒരു സംഭവത്തിൻ്റെ വിവരണം ഒരു സ്ഥലത്ത് അതിൻ്റെ ആരംഭം മുതൽക്കും മറ്റൊരവസരത്തിൽ അതിൻ്റെ ഇടക്ക് നിന്ന് ആരംഭിച്ചുമായിരിക്കും കാണുക. ചുരുക്കിപ്പറഞ്ഞാൽ പ്രതിപാദ്യ വിഷയങ്ങളിലെന്ന പോലെ തന്നെ സംഭവങ്ങളുടെ വിവരണത്തിലും ഖുർആനിൻ്റേതായ ഒരു പ്രത്യേക ശൈലിയാണുള്ളത്. ഇത് സംബന്ധിച്ച് മുഖവുരയിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ നിമിത്തം ഓരോ സ്ഥലത്തെയും പ്രതിപാദനത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തില്ലാത്ത പുതിയ പാഠങ്ങളും സൂചനകളും നമുക്ക് ലഭിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാകട്ടെ ഈ സൂറത്തിലല്ലാതെ മറ്റെവിടെയും വിവരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് അവസാനം വരെയുള്ള സംഭവങ്ങൾ ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാലും സാധാരണ പോലുള്ള ഒരു ചരിത്ര ആഖ്യായികയുടെയോ നോവലിൻ്റെയോ മാതിരിയുള്ള പ്രതിപാദന രീതി ഈ സൂറത്തിലും കാണുകയില്ല. ഖുർആനിൻ്റേതായ ഒരു സവിശേഷത ഓരോ വചനത്തിലും കാണാവുന്നതുമാണ്. വചനങ്ങൾക്കിടയിലൂടെയും വിഷയങ്ങളുടെ ചിത്രീകരണങ്ങളിലൂടെയും വചനങ്ങളുടെ സമാപന വാക്യങ്ങളിലൂടെയും ആ ചരിത്ര വശങ്ങളിലടങ്ങിയ പാഠങ്ങളും സാരോപദേശങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ട തത്വസൂചനകളും അല്പം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഏവർക്കും അവരവരുടെ കഴിവും ഭാഗ്യവുമനുസരിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പല സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഗൃഹത്തിൽ മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായ ബാലൻ, ഒരു രാജകീയ ഭവനത്തിലെ അടിമ, അനിതര സാധാരണമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട യുവാവ്, അക്കാരണം കൊണ്ടുതന്നെ തീവ്രമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും സത്യസന്ധതയും ഭയഭക്തിയും കൊണ്ട് മാത്രം അവയിലെല്ലാം വിജയം വരിക്കുകയും ചെയ്ത ചെറുപ്പക്കാരൻ, നിഷ്കളങ്കതയും ചാരിത്രശുദ്ധിയും പരിരക്ഷിക്കുവാൻ വേണ്ടി സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് കൊല്ലങ്ങളോളം കാരാഗൃഹ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ത്യാഗിവര്യൻ, തടവറയിൽ വെച്ചുപോലും സത്യോപദേശം നടത്തിക്കൊണ്ടിരിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പരിഷ്കർത്താവ്, പ്രവാചക പാരമ്പര്യവും സത്യമത പ്രബോധന കൃത്യവും പുലർത്തിക്കൊണ്ട് അവിശ്വാസിയായ രാജാവിൻ്റെ മന്ത്രിപദം ഏറ്റെടുത്തു സമർത്ഥമാവണ്ണം അത് കൈകാര്യം ചെയ്ത വിദഗ്ധനായ ഭരണകർത്താവ്, തന്നെ കൊലപ്പെടുത്തിയെന്ന് വിചാരിച്ച് സംതൃപ്തിയടഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി മാനിക്കുകയും രാജസിംഹാസനത്തിൽ വെച്ച് പോലും മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് മാതൃക കാണിക്കുകയും ചെയ്ത മഹാമനസ്കൻ എന്നിങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ളതാണ് ഈ സൂറത്ത്. ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ മുതൽ മേലേക്കിടയിലുള്ള ഭരണാധിപന്മാർ വരെയുള്ള എല്ലാവർക്കും അനേകം പാഠങ്ങളും മാതൃകകളും ഈ ചരിത്ര വിവരണത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. 7-ാം വചനത്തിലും അവസാനത്തിലും അള്ളാഹു തന്നെ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ചരിത്രം മുൻ വേദഗ്രന്ഥത്തിൽ അഥവാ തൗറാത്തിൽ ഉള്ളതായി അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ബൈബിളിലും അഥവാ ഉൽപ്പത്തി അദ്ധ്യായം 37 മുതൽ 50 വരെ അത് സവിസ്തരം കാണാവുന്നതുമാണ്. ഖുർആനിൻ്റെ പ്രസ്താവനകൾക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ ഭാഗങ്ങളും ഖുർആനിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ഭാഗങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചില ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ചില വിശദീകരണങ്ങൾ ഇസ്രായേലി വാർത്തകളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഖുർആനിനോട് എതിരായ പരാമർശങ്ങൾ തിരസ്കരിക്കുന്നത് നിർബന്ധമാണെങ്കിലും രണ്ടും കൽപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഭാഗങ്ങളെപ്പറ്റി മൗനം അവലംബിക്കുവാനേ നിവൃത്തിയുള്ളൂ. അറിയുവാൻ വേണ്ടി മാത്രം ഉദ്ധരിക്കുക എന്നല്ലാതെ അവയെ ആധാരമാക്കി ഖുർആനിൻ്റെ പ്രസ്താവനകൾക്ക് വ്യാഖ്യാനം നിർണയിച്ചു കൂടാത്തതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, തനിക്ക് വേദക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥവുമായി ഉമർ റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ചെന്ന് വായിച്ചു കേൾപ്പിച്ചു. തിരുമേനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖത്താബിൻ്റെ മകനെ,
നിങ്ങൾ അതിൽ ഭ്രമം പിടിപെട്ടവരാകുന്നുവോ? എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ ഇത് അഥവാ ഖുർആൻ നിങ്ങൾക്ക് ശുദ്ധവെള്ളയായി യാതൊരു കലർപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് അഥവാ വേദക്കാരോട് ഒന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യഥാർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ വ്യാജമാക്കുകയോ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ വല്ലതും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് സത്യമാക്കുകയോ ചെയ്തേക്കും. എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നാൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരിക്കയില്ല. ഈ സംഭവം വേറെ മാർഗങ്ങളിലൂടെയും വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട ചില യഹൂദികൾ അവരുടെ ഗ്രന്ഥത്തിലുള്ളതുമായി യോജിച്ചു കണ്ടതുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുകയുണ്ടായതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ അദ്ദലാഇൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രസ്താവിച്ചിരിക്കുന്നു.